ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദർശ് സഖി കെട്ടിട്ട് കിരണിനെ സമീപിക്കാൻ തന്നെ തീരുമാനിച്ചു. നമ്മുടെ കിരൺ ഇങ്ങനെ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശിൻ്റെ കോള് കിരണിൻ്റെ ഫോണിലേക്ക് വരിക. എടാ ആദർശേ, പറയടാ. അതെ, നിന്നെ എനിക്കിന്ന് അത്യാവശ്യമായിട്ട് കാണണമെന്ന കാര്യം ആദർശ് കിരണിനോട് പറയുമ്പം എന്താടാന്ന് ചോദിച്ചു. അതൊക്കെ ഞാൻ നേരിട്ട് കാണുമ്പോൾ പറയാം. നീ ഇപ്പം തന്നെ ബീച്ചിലേക്ക് വാ, നമുക്ക് അവിടെ വെച്ച് കാണാം എന്ന് ആദർശ് പറയുക കേട്ടോ. നിനക്ക് തിരക്കൊന്നും ഇല്ലല്ലോ അല്ലേന്ന് ചോദിക്കുമ്പം എത്ര തിരക്കുണ്ടെങ്കിലും നീ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞാലേ ഇനിയിപ്പോൾ കണ്ടിട്ട് തിരക്കിലേക്ക് പോകാം. എന്താ, ശരിയടാ, ഓക്കെ എന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. കിരണും ആദർശും തമ്മിൽ ബീച്ചിൽ വെച്ച് കാണുകയും ചെയ്തു. കഥകളെല്ലാം ആദർശ് കിരണിനോട് പറഞ്ഞു. അതൊക്കെ കേട്ട് കിരൺ അന്തം വിട്ടിങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞപ്പോൾ ഇനി നീ പറ, ഞാൻ എന്താ വേണ്ടതെന്ന് പറയാൻ ആദർശ് കിരണിനോട് ചോദിക്കുന്നു. ഞാൻ എന്ത് വേണമെന്ന് ചോദിച്ചാൽ നിന്റെ കരണത്തൊന്ന് പൊട്ടിക്കാൻ എനിക്ക് തോന്നുന്നതെന്ന് കിരൺ പറഞ്ഞു. എടാ, അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ചന്തുമോളുടെ അച്ഛൻ ഞാനല്ല എന്ന് ആദർശ് പറയുക. എനിക്ക് അവളുടെ അമ്മയായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് പറയുമ്പോൾ, പക്ഷേ നിന്റെ നയനയുമായിട്ട് നിനക്ക് ബന്ധം ഉണ്ടായിരുന്നില്ലേ? എടാ, അവൾ നിന്റെ ഭാര്യയല്ലേടാ? പിന്നെ എന്തുകൊണ്ടാടാ നീ ഇതൊന്നും അവളോട് പറയാതിരുന്നത്? നീ എന്തുകൊണ്ട് അവളോട് പറഞ്ഞില്ല? എടാ, എൻ്റെ കല്യാണിയെ പോലെ തന്നെ ഭർത്താവിനെ മനസ്സിലാക്കുന്ന പെൺകുട്ടിയാണ് നയന. അത് പല സമയത്തും അവൾ തെളിയിച്ചിട്ടുള്ളത് തന്നെയല്ലേ എന്ന് ചോദിച്ചു. പിന്നെ അങ്ങനെയുള്ള നിന്റെ ഭാര്യയോട് നിനക്ക് ധൈര്യമായിട്ട് നടന്നതൊക്കെ പറയാമായിരുന്നില്ലേ എന്ന് ആദർശിനോട് കിരൺ ചോദിക്കുക. നിന്റെ മുത്തശ്ശൻ നിന്നെ അവിശ്വസിക്കുന്നില്ലല്ലോ, പിന്നെന്താ? അതുപോലെ തന്നെ നയനയും നിനക്കൊപ്പം ഉറച്ചു നിന്നേനെ ഇത് നീ പറഞ്ഞിരുന്നെങ്കിലെന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിലോ? ഇതൊക്കെ അറിഞ്ഞിട്ട് അവൾ പൊട്ടിത്തെറിച്ചാൽ എന്ത് ചെയ്യുന്ന ആദർശ് ചോദിക്കുമ്പം, എടാ, പൊട്ടിത്തെറിക്കുകയാണെങ്കിലും ഞാനും കല്യാണിയും വന്ന് പ്രശ്നം സോൾവ് ചെയ്തു തരാം. എടാ, എന്നെ പോലെ തന്നെയാണ് കല്യാണിയും. നിന്നെയും ഒരിക്കലും സംശയിക്കാനൊന്നും പോകുന്നില്ല. എടാ, എനിക്ക് പക്ഷെ അവളോട് ഇതൊന്നും പറയാനായിട്ട് പറ്റുന്നില്ലടാ എന്ന് ആദർശ് പറയുമ്പോൾ, എടാ ആദർശേ, നീ ധൈര്യമായിട്ട് അവളോട് നടന്ന കാര്യങ്ങളൊക്കെ പറയണം കേട്ടോ, അല്ലെങ്കിൽ അത് ശരിയാവില്ല. എടാ, നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അവളും നിന്റെ അമ്മയും തമ്മിൽ ചേർന്നതിന് ശേഷം നിന്നെ കുരങ്ങ് കളിച്ചപ്പോൾ നിനക്കത് ഇഷ്ടപ്പെട്ടോ? അതിൻ്റെ പേരിൽ നീ നയനയുമായിട്ട് ഉടക്കിയില്ലേ? എന്തെല്ലാം നീ അവളോട് കാണിക്കാൻ പറയുകയും ചെയ്തത്. അപ്പം അന്ന് ഞാൻ അവളോട് പറഞ്ഞതാ, ഭാര്യയും ഭർത്താവും തമ്മിൽ ജീവിതത്തിലെ രഹസ്യങ്ങളൊന്നും പാടില്ല എന്ന്. ആണേ, അങ്ങനെ നീ പറഞ്ഞായിരുന്നേ? എന്നിട്ട് നീ ഇപ്പം ചെയ്തിരിക്കുന്നത് തെറ്റല്ലേ ആദർശേ? നീ അവളോട് കാണിക്കുന്നത് തെറ്റല്ലേ? നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇതൊരു1000 തവണ കല്യാണിയോട് പറഞ്ഞേനെ എന്ന് കിരൺ ആദർശിനോട് പറയുക. പിന്നെ ദേ, കല്യാണിയെ പോലെ അല്ലടാ നയന. കല്യാണിക്ക് നീ ഒരു ഷെൽട്ടർ കൊടുക്കുകയായിരുന്നു. നീ അവളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് അവളുടെ ജീവിതം മെച്ചപ്പെട്ടതും കാര്യങ്ങളും ഒക്കെ. എന്നാൽ അവളെപ്പോലെ അല്ല നയന എൻ്റെ ജീവിതത്തിലേക്ക് വന്നതെന്ന് പറയുമ്പോൾ, അല്ലായിരിക്കാം, അന്ന് നിങ്ങൾ കീരിയും പാമ്പുമായിരുന്നല്ലോ. എന്നാൽ ഇന്ന് ഞാനും കല്യാണിയും ജീവിക്കുന്നത് പോലെ തന്നെയല്ലേടാ നിങ്ങളും ജീവിക്കുന്നത്. നിങ്ങൾ തമ്മിൽ പരസ്പരം വിശ്വസിച്ചല്ലേ ജീവിക്കുന്നത്. എടാ, നിങ്ങളുടെ ജ്വല്ലറിയിൽ ഒരു പരസ്യമുണ്ട്, അപ്പോൾ ട്രസ്റ്റിൻ്റെ പര്യായം അത് മൂർത്തീസ് ജ്വല്ലറിയാണെന്ന്. അതേടാ, ദേ, സ്വർണത്തിൽ മാത്രമല്ല മനുഷ്യൻ്റെ കാര്യത്തിലും വിശ്വാസമാണ് നമുക്കിവിടെ പ്രധാനമായിട്ടുള്ളത്. മനസ്സിലായോ നിനക്ക്? നീ മനസ്സ് തുറന്ന് നയനയോട് നടന്നതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവൾ വിശ്വസിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും നയനയുടെ ക്യാരക്ടറിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് നമുക്ക് കരുതേണ്ടി വരുമെന്ന കാര്യങ്ങളാ കിരൺ ഇങ്ങനെ പറഞ്ഞു. ഈ ഒരു സമയത്തൊക്കെ ഭർത്താക്കന്മാരുടെ കൂടെ നിൽക്കുകയല്ലേ പെൺകുട്ടികൾ ചെയ്യേണ്ടത്. അപ്പം ശരിയാടാ, നീ പറഞ്ഞത് ശരിയാ. എന്നാൽ പിന്നെ ഞാൻ നയനയോട് കാര്യങ്ങളൊക്കെ പറയാം എന്ന് പറയുമ്പോൾ, ഇത് പറഞ്ഞാൽ മാത്രം പോരാ, എന്നെ നീ അത് കഴിഞ്ഞ് വിളിക്കണം. പറഞ്ഞു മനസ്സിലായോ എന്ന് ചോദിച്ചു. വിളിക്കാം. അവൾ ഇതിൻ്റെ പേരിൽ നിന്നോട് കയർത്ത് സംസാരിക്കുകയോ മിണ്ടാതെ നടക്കുകയോ ചെയ്താൽ ഞാൻ കല്യാണിയുമായിട്ട് നേരിട്ട് വീട്ടിലോട്ട് വരാമെന്നും പറഞ്ഞു. എന്നിട്ട് ഇനി ഈ കാര്യത്തിൽ കല്യാണി സംസാരിച്ചോളൂ എന്ന് പറയുമ്പം, ശരിയടാ, ഞാൻ നിന്നെ വിളിച്ചോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദർശും കിരണും കൂടെ സംസാരിച്ച് പിരിഞ്ഞു. കിരൺ ഇങ്ങനെ അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ചന്തുമോൾ അവിടെ ഇരുന്ന് കാർ ഓടിച്ച് കളിക്കുന്നു. നയന അരികിൽ ഇരിപ്പുണ്ട്. അപ്പോഴേക്കും ദേവയാനി അങ്ങോട്ടേക്ക് വന്നു. പെട്ടെന്ന് നയനയുടെ ഫോണിലേക്ക് നവ്യയുടെ ഒരു കോൾ വന്നു. അപ്പോൾ നീ എന്താടി ഇപ്പം ഇങ്ങോട്ടൊന്നും വിളിക്കാത്തേ എന്നും ചോദിച്ചു. ആ സമയത്ത് ചേച്ചിക്ക് കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ വിളിച്ച് ബുദ്ധിമുട്ടിക്കാത്തേ എന്ന് പറയുമ്പോൾ, അപ്പോഴേക്കും എന്തേ നമ്മുടെ കൊച്ചവിടെ ഇരുന്ന് ചിരിച്ചു. പെട്ടെന്ന് നവ്യ, അവിടെ എന്താ ഒരു കുഞ്ഞിൻ്റെ ശബ്ദം കേൾക്കുന്നതെന്ന് ചോദിക്കുവാണേ. അത് പിന്നെ ആദർശേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കുഞ്ഞാണെന്ന് പറയുമ്പോൾ, എന്തിനാടി നീ എന്നോട് കള്ളം പറയുന്നതെന്ന് നവ്യ നയനയോട് ചോദിക്കുക. അവിടെ ഒരു കുഞ്ഞിനെ അബിയുടെ മുത്തശ്ശൻ കൊണ്ടുവന്നു എന്ന് അബി എന്നോട് പറഞ്ഞല്ലോ എന്ന് നവ്യ പറയുമ്പോഴേക്കും നമ്മുടെ നയന, ഓ അതൊക്കെ പറഞ്ഞോ എന്ന് ചോദിച്ചു. എനിക്കൊരു കുഞ്ഞ് ജനിച്ചല്ലോ,
പിന്നെ ഇപ്പം ഇത്ര തിടുക്കപ്പെട്ട് എന്തിനാ മറ്റൊരു കുഞ്ഞിനെ മുത്തശ്ശൻ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് ചോദിക്കും. അതൊന്നും എനിക്കറിയില്ല ചേച്ചി, മുത്തശ്ശൻ ഒരു കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നു, ഇവിടെ വളർത്തണമെന്ന് പറഞ്ഞു. മോള് നല്ല മോളാ, ആർക്കും ഇഷ്ടം തോന്നുന്ന ചന്തമോളാണ് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നയന പറയുമ്പം അത് പിന്നെ പൊല്ലാപ്പൊന്നും ആവാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു നവ്യ. അതൊക്കെ ഇവിടെ നിൽക്കട്ടെ, മോനെങ്ങനെയുണ്ട് ചേച്ചി എന്ന് ചോദിച്ചപ്പം അവൻ മിടുക്കനായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, നീ ഇടയ്ക്ക് ഇങ്ങോട്ട് വാന്ന് പറയുമ്പോൾ ഞാൻ വരാൻ ചേച്ചി, ഞാൻ വന്നോളാം കേട്ടോ അതും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ മോളെ നവ്യ അറിഞ്ഞോ ചന്തമോള് വന്ന കാര്യമെന്ന് ദേവയാനി ചോദിക്കുക. അറിഞ്ഞു, അഭി പറഞ്ഞു എന്നാ പറഞ്ഞെന്ന് പറയുമ്പോൾ അവൻ്റെയും ജലജയുടെ മനസ്സിൽ ഒന്നും നിൽക്കില്ല പണ്ടാരം. അതുകൊണ്ട് ഈ വീട്ടിലെ രഹസ്യങ്ങളൊന്നും സൂക്ഷിക്കാൻ പറ്റത്തില്ല എൻ്റെ പൊന്നു മോളെ. അപ്പം അമ്മ അത് പറഞ്ഞത് ശരിയാണെന്ന് നയന. അങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആദർശ് അങ്ങോട്ടേക്ക് വരുന്നത്. ആദർശ് കയറി വന്നപ്പോൾ രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുമല്ലേ. ഇതുവരെ ഉണ്ടായിരുന്ന ആദർശിൻ്റെ ദേഷ്യമൊക്കെ മാറ്റി വെച്ചാൽ വരുന്നത്. അപ്പോൾ എവിടെയാടാ നീ ഇങ്ങനെ കറങ്ങി നടക്കുന്നേ എന്ന് ദേവയാനി ആദർശിനെ കണ്ടപ്പോൾ ചോദിച്ചു. ആദർശേട്ടൻ പുറത്തു പോയതിന് ശേഷം ഞാൻ ടെൻഷനോടെ ഇരുന്നതെന്നും എന്ന് വെച്ചാൽ ആളിപ്പോൾ നോർമലൊന്നും അല്ലല്ലോ എന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ നയനെ പറയാം. എനിക്ക് നോർമൽ ആകണമെന്നൊക്കെ ഉണ്ടെന്ന് ആദർശ് പറയുമ്പം അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ, നീ അതിന് ശ്രമിക്കണ്ടേ എന്ന് ദേവയാനി ചോദിക്കുമ്പോൾ എൻ്റെ മാനസികാവസ്ഥ അമ്മയ്ക്കായിരുന്നെങ്കിൽ അമ്മ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ആയേനെ എന്ന് ആദർശ് പറഞ്ഞു. അതിപ്പോൾ നീയും ഹോസ്പിറ്റലിൽ തന്നെയല്ലേ കിടന്നതെന്ന് അന്നേരം അമ്മ ചോദിച്ചു. അതെ, BP കൂടിയിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതെന്ന കാര്യം നയനെ പറയുമ്പോൾ ഇതിന് മാത്രം എന്താണ് നീ മനസ്സിൽ കെട്ടിവെച്ചുകൊണ്ട് നടക്കുന്നേ? എന്നോട് പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ മോള് നിന്റെ ഭാര്യയല്ലേ, അപ്പോൾ എന്തുണ്ടെങ്കിലും നിനക്ക് മോളോട് പറയാൻ പറ്റത്തില്ല എന്ന് ദേവയാനി ആദർശിനോട് ചോദിക്കുവാണേ. നയന ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ നീ ഒന്ന് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് നയനെ വിളിച്ചു. അപ്പോൾ ചെല്ലി മോളെ, അവൻ എന്താ പറയാനുള്ളത് നീ കേൾക്കാൻ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു വിട്ടു. ഈ സമയത്ത് കൊച്ചിനെ ആദർശ് ഒരു നോട്ടം നോക്കി വെച്ച് അങ്ങ് പോകുന്നത്. അപ്പം മോള് പേടിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനി മോള് നയനാമേന്നല്ലേ വിളിക്കുന്നത്, മോൾ ആദർശിനെ അച്ചാന്ന് വിളിച്ചോളാനായിട്ട് ഈ ദേവയാനി പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഞാൻ മോളുടെ മുത്തശ്ശിയാകുമ്പോഴേ എൻ്റെ മോളുടെ ആരാ അച്ഛനല്ലേ, അപ്പോൾ എനിക്ക് പേടിയാണെന്ന് കൊച്ച്. അപ്പോൾ അച്ചോടാ മോള് പേടിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി കൊച്ചിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തു. പിന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശും നയനയും കൂടി ഇങ്ങനെ അവിടെ റൂമിൻ്റെ അവിടെ ചെന്ന് നിന്ന് ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ ആദർശ് പറഞ്ഞു, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കാനുണ്ട്, പുറത്ത് പോകണം. എന്തിനാ, വീണ്ടും പ്രഷർ കൂട്ടാനാണോ എന്ത് നയന ചോദിച്ചു. അല്ല, കുറയ്ക്കാനാണെന്ന് ആദർശ് പറഞ്ഞു. പക്ഷെ അത് കുറയ്ക്കണോ വേണ്ടയോ എന്ന് നീയാണ് തീരുമാനിക്കേണ്ടതെന്നുള്ള കാര്യം ആദർശ് ഇങ്ങനെ പറയുമ്പോൾ അതെന്താ ആദർശേട്ടാ അങ്ങനെ, ഞാനെന്തോ മനസ്സിൽ കൊണ്ട് നടക്കുകയാണെന്നാണല്ലോ നീ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പിന്നെ എൻ്റെ മനസ്സങ്ങ് നിൻ്റെ മുന്നിൽ തുറക്കാമെന്ന് കരുതി എന്നിങ്ങനെ പറയുമ്പം അപ്പം ഇതുവരെ അടച്ചിട്ടിരിക്കുകയായിരുന്നല്ലേ, അത് പറയാതെ തന്നെ എനിക്ക് അറിയാമെന്ന് നയന ആദർശനോട് പറയുമ്പോൾ ആദർശന് ടെൻഷനുണ്ട്. അതിന് എന്നെ ഇങ്ങോട്ടാ കൂട്ടിക്കൊണ്ട് പോകുന്നത് ആദർശേട്ടാ. അപ്പോൾ ഏതെങ്കിലും ശാന്തമായൊരു സ്ഥലത്തേക്കാണ് നമുക്ക് പോവേണ്ടത്, ഞാൻ നിന്നോട് പറയാൻ പോകുന്നത് അങ്ങനെയുള്ളൊരു കാര്യമാണെന്ന് ആദർശ്. അപ്പോൾ പിന്നെ സ്ഥലമെങ്കിലും കുറച്ച് ശാന്തത ഉള്ളതാവട്ടെ, അപ്പോൾ ഇവിടെ വെച്ച് പറഞ്ഞാൽ പോരെ, എന്തിനാ ഇത്ര സസ്പെൻസ് ഒക്കെ ഇടുന്നതെന്ന് ഇങ്ങനെ നയനെ ചോദിക്കുമ്പം അത് ഇവിടെ വെച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല, വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നും അതും നീ ചിന്തിക്കുന്നതിനപ്പുറമുള്ള കാര്യമാണെന്ന് ആദർശ് പറയുമ്പം ആദർശേട്ടാ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ഉണ്ട്, അസുഖം ഉണ്ടെന്ന് ആദർശ് നയനയോട് പറയാം. അപ്പം എന്താ പറ്റിയേ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിനും എൻ്റെ ഹൃദയത്തിനും ഒക്കെ മൊത്തത്തിൽ കുഴപ്പമാണെന്ന് ആദർശ് പറഞ്ഞു. ഞാൻ ഹൃദയത്തിനോ, എന്നിട്ട് ആദർശേട്ടൻ BP കൂടി ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഡോക്ടർ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ നയന വെപ്രാളപ്പെടുമ്പം എടി എൻ്റെ ഹൃദയത്തിനെന്ന് പറഞ്ഞാലേ മനസ്സിനാണ് കുഴപ്പമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി എനിക്ക് മനസ്സമാധാനം കിട്ടണമെങ്കിൽ നീ മാത്രമേ വിചാരിച്ചാൽ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാനോ, അതെന്താ ആദർശേട്ടൻ അങ്ങനെയൊക്കെ പറയുന്നതെന്ന് നയനെ ചോദിച്ചപ്പോൾ ആദർശന് ഭയങ്കര ടെൻഷൻ ആകുന്നുണ്ട്. ആദർശേട്ടൻ മനസ്സമാധാനം കിട്ടാൻ വേണ്ടി ഞാൻ മരിക്കാൻ പോലും തയ്യാറാണെന്ന് നയനെ പറയുമ്പോഴേക്കും ആദർശ നയനയെ ചേർത്ത് പിടിച്ചു. ഞാൻ പറയുന്ന കാര്യങ്ങൾ സമാധാനത്തോടെ കേട്ട് കഴിഞ്ഞതിന് ശേഷം നീ ഇങ്ങനെ തന്നെ പ്രതികരിക്കണം. ഏതായാലും നീ ഇപ്പം എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. എന്നെ ഭയപ്പെടുത്തിക്കൊണ്ടാണല്ലോ ആദർശേട്ടൻ പോകുന്നത്. ഇനി ആദർശേട്ടൻ മനസ്സിലുള്ളത് പറയുന്നത് വരെ എനിക്ക് പ്രഷർ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നീ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ നയനയും ആദർശവും കൂടെ കടൽ തീരത്തേക്ക് ചെന്നു. അപ്പോൾ അവിടെ ചെന്ന് ഇവർ രണ്ടുപേരും കൂടെ നിൽക്കുമ്പം നമ്മൾക്കിടയിൽ ഇനി രഹസ്യങ്ങളൊന്നും പാടില്ല എന്ന് ഞാനാണ് നിന്നോട് പറഞ്ഞതെന്നും എന്നിട്ട് എനിക്കൊരു വിഷമം ഉണ്ടായിപ്പോൾ അത് നിന്നോട് പറയാതെ ഞാൻ എല്ലാം ഉള്ളിൽ ഒതുക്കി നടക്കുമായിരുന്നു എന്നൊക്കെ ആദർശ് നയനയോട് പറയുന്നു. അങ്ങനെ ഇതൊക്കെ കേട്ട് നയന നിൽക്കും കേട്ടോ. അപ്പോൾ എന്നാൽ ഇനി ഇത് പറയാതിരുന്നാൽ എനിക്ക് ശ്വാസം മുട്ടുമെന്ന് ആദർശ് പറയുമ്പോൾ ആദർശേട്ടനെ നന്നായിട്ട് അറിയാമെന്ന് എനിക്ക് മനസ്സിലാകും. ആദർശേട്ടൻ്റെ മനസ്സിലൊരു ഭാരം ഉണ്ട് എന്നുള്ളത്. എന്ത് പറ്റി ആദർശേട്ടാ, എന്താണെങ്കിലും ആദർശേട്ടൻ പറയുമ്പോൾ അത് നീ ഒരിക്കലും സങ്കല്പിക്കാത്തൊരു കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് എന്ന് നമ്മുടെ ആദർശ് ഇങ്ങനെ നയനയോട് മുഖവരായിട്ട് സംസാരിക്കാം. അങ്ങനെ മുൻകൂർ ജാമ്യമൊക്കെ എടുത്ത് ആദർശ കഥകൾ മുഴുവനും നമ്മുടെ നയനയോട് പറഞ്ഞു. അത് കേട്ട് നയന നടുങ്ങി ഞെട്ടി വിറച്ചിങ്ങനെ നിൽക്കുക. കാര്യങ്ങളൊക്കെ നയനയോട് ആദർശ് പറഞ്ഞു. നയനയ്ക്ക് ഒരു നിമിഷത്തേക്ക് മിണ്ടാൻ പോലും പറ്റാത്തായിപ്പോയി.
അങ്ങനെ കഥകളെല്ലാം കേട്ട് കഴിഞ്ഞ് നയനി ഇങ്ങനെ എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുന്നു. ഇനി നയനി എന്ത് ചെയ്യുമെന്നറിയാതെ ആദർശ് നിൽക്കുന്നു. നയനി ഇങ്ങനെ അവിടെ വന്നിട്ട് കടലിലേക്ക് അങ്ങോട്ട് അപ്പോൾ ഇന്ന് ആലോചിക്കുക. അപ്പോഴത്തേക്കും ആദർശ് ഓടി വന്നു നയനയുടെ അടുത്തേക്ക്. സത്യമായിട്ടും ചന്തമോൾ എൻ്റെ മോളല്ല എന്നും പറഞ്ഞുകൊണ്ട് നയന അന്നേരം ആദർശിനെ ഇങ്ങനെ ഒരു നോട്ടം. അവളുടെ അമ്മയെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ അന്നാ കാണുന്നതെന്നും നമ്മുടെ ആദർശ് പറയുക. അനഘയും ഞാനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നൊക്കെ പറയുമ്പം എന്നിട്ട് പിന്നെ ആദർശേട്ടൻ്റെ ഫോട്ടോ ഇങ്ങനെ അനഘ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീടിൻ്റെ ഭിത്തിയിൽ വന്നത് എന്ന് നയന ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല എന്ന് ആദർശ് പറയുക. ആരോ കരുതി കൂട്ടി ചെയ്തൊരു ചതിയാണതെന്ന കാര്യം നമ്മുടെ ആദർശ് പറഞ്ഞു. എടി നീയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് പറയുക. അപ്പോൾ അത് പ്രതീക്ഷിച്ച ഞാൻ സത്യങ്ങളൊക്കെ നിന്നോട് പറഞ്ഞതെന്നും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നയനെ എന്ന് ആദർശ് നയനോട് ആവർത്തിച്ച് പറയുന്നു. ജീവിതത്തിൽ എന്നുള്ള പെണ്ണല്ല മറ്റൊരു പെൺകുട്ടികളെയും ഞാൻ പ്രേമിച്ചിട്ടില്ല, പഠിക്കുന്ന കാലത്ത് പോലും എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ ആദർശ് നയനയോട് പറയുക കേട്ടോ. ഇത് കേട്ടപ്പോൾ നമ്മുടെ നയനയുടെ മുഖത്തൊരു ചിരിയാണ് വിരിഞ്ഞത്. ആ ചിരി കണ്ടപ്പോൾ ആദർശ് ഒന്നും ഞെട്ടി പ്രതികരണം കണ്ടിട്ടെ. നയന ഓടിച്ചെന്ന് ആദർശിനെ നെഞ്ചിലേക്ക് അങ്ങ് കിടന്നു. ആദർശിനൊന്ന് ശ്വാസം നേരെ വീണത്. നയന ആദർശിനെ മനസ്സിലാക്കിയെന്ന് ആദർശിന് മനസ്സിലായി. അതിനിപ്പോൾ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമുണ്ടോ ആദർശേട്ടാ എന്ന് നയന ചോദിക്കുക കേട്ടോ. എന്നെക്കാളും എനിക്ക് എൻ്റെ ആദർശേട്ടനെ വിശ്വാസമാണെന്ന് നയന ആദർശനോട് പറയണേ. പിന്നെ ഞാനിങ്ങനെ സീരിയസ് ആയത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ? ഇത്രയും നിസ്സാരമായൊരു കാര്യം എന്നോട് പറയാതിരുന്നതിൻ്റെ വിഷമം കൊണ്ടാണെന്ന് നമ്മുടെ നയന ആദർശനോട് പറയുക. പിന്നെ ഈ ഒരു സംഭവം അറിഞ്ഞപ്പോൾ തന്നെ അത് എന്നോടല്ലായിരുന്നു പറയേണ്ടിയിരുന്നത് എന്ന് നയന ആദർശനോട് ചോദിക്കുമ്പോൾ ആദർശിന് ദീർഘശ്വാസം വീണു. എന്നിട്ടും ഷെയർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഷെയർ ചെയ്യാതിരുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ അത് പിന്നെ നീ ഇതെങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നും കിരണാണ് കുറച്ച് മുമ്പ് എന്നോടിത് പറഞ്ഞത്, എത്രയും പെട്ടെന്ന് നിന്നോടിത് പറയണമെന്ന്. ആദർശേട്ടൻ്റെ രഹസ്യങ്ങൾ എന്നോട് പറയാൻ കിരണേട്ടൻ വേണ്ടി വന്നുവല്ലേ എന്ന് നയന ആദർശനോട് ചോദിച്ചു. ആദർശ് നേരം കുറ്റബോധത്തോടെ ഇങ്ങനെ നിൽക്കാം. അതൊക്കെ കിരണേട്ടനെയും കല്യാണിയെയും കണ്ടു പഠിക്കണം. അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ആദ്യം പറയുന്നത് കിരണേട്ടൻ കല്യാണിയോട് തന്നെ ആയിരിക്കുമെന്ന് നമ്മുടെ നയന അന്നേരം പറയാം. എൻ്റെ ആദർശേട്ടാ, മുത്തശ്ശനും ആദർശേട്ടനെ വിശ്വാസമാണ്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ സംശയിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നയന ചോദിക്കുക കേട്ടോ. അപ്പം നയനെ എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ നിൽക്കുന്നു. ചന്തമോളെ എന്നെ നയനാമ്മ എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഇന്നു മുതൽ ആദർശേട്ടനെ മോള് അങ്കിളെ എന്നുള്ള വിളി മാറ്റി അച്ഛാ എന്ന് വിളിക്കണം എന്നിങ്ങനെ പറയുമ്പം അതൊന്നും വേണ്ട, അതൊക്കെ കൂടുതൽ പ്രശ്നങ്ങളാവത്തേ ഉള്ളൂ എന്ന് നമ്മുടെ ആദർശ് പറയും. അപ്പോൾ ഒരു അപകടവും ഉണ്ടാവില്ല ആദർശേട്ടാ, മോളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് നമ്മുടെ നയന പറഞ്ഞു. ഇതും കൂടെ കേട്ടപ്പോഴേ ആ ഒരു ഇഷ്ടം അത് കൂടുകയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നമ്മുടെ മോളായിട്ട് തന്നെ മോള് വളരട്ടെ എന്നൊക്കെ നയന ഇങ്ങനെ ആദർശനോട് പറയുമ്പം എടി അപ്പം ഞാൻ കുറ്റം ഏറ്റെടുത്തതുപോലെ ആവില്ലേ എന്ന് ആദർശ് ചോദിക്കുക നയനയോട്. അനഘയുടെ ബന്ധുക്കൾ ഞാൻ തന്നെയാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്ന് കരുതില്ലേന്ന് ചോദിച്ചപ്പം കരുതുന്നെങ്കിൽ കരുതിക്കോട്ടെ, അതിനിപ്പോൾ എന്താ കുഴപ്പമൊന്നും നയന. ഒരു സ്വഭാവ ഗുണമില്ലാതിരുന്നിട്ടും ആദർശേട്ടൻ്റെ അപ്പച്ചയെ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും കൂടെ ചേർന്ന് ഏറ്റെടുത്ത് വീട്ടിൽ താമസിപ്പിച്ചില്ലേ, വളർത്തിയില്ലേ, വലുതാക്കിയില്ലേ. അതുപോലെ തന്നെ നമുക്ക് ചന്തമോളെയും വളർത്താമെന്നൊക്കെ ആദർശ് ഇങ്ങനെ പറയുമ്പോൾ ആദർശനോട് നയന ഇങ്ങനെ പറയുമ്പോൾ നിനക്ക് ഇത്രയൊക്കെ കേട്ടിട്ടും ചന്തമോളോട് ഒരു വെറുപ്പും തോന്നുന്നില്ലേ എന്ന് ആദർശ് ചോദിച്ചു. അപ്പോൾ വെറുപ്പില്ല എന്ന് മാത്രമല്ല സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ എന്നും അത് ഞാൻ ആദർശനോട് പറഞ്ഞല്ലോ എന്ന് നയന പറയുക കേട്ടോ. അപ്പോൾ ഈ മരണമൊഴി എന്നൊക്കെ പറയില്ലേ, അതുപോലെ മരിക്കാറായ സമയത്ത് മുത്തശ്ശനെ വിളിച്ചിട്ട് അനന്തപുരിയിലെ കൊച്ചുമോളാണ് ചന്തുമോളെന്ന് ആ പെൺകുട്ടി പറഞ്ഞതെന്ന കാര്യം ആദർശ് പറഞ്ഞു. അതിൻ്റെ പിന്നിൽ ഒരു സത്യം ഉണ്ടെന്നും ആ സത്യം അനന്തപുരിയിലെ കൊച്ചുമോൻ തന്നെയായിരിക്കും ആ കുഞ്ഞിൻ്റെ അച്ഛൻ, പക്ഷേ അതൊരിക്കലും ഞാനല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയും. അപ്പോൾ പിന്നെ അനിയും ആയിരിക്കില്ലല്ലോ എന്ന് നമ്മുടെ നയന പറഞ്ഞു. അപ്പോൾ അല്ലെന്ന് ആദർശ് പറഞ്ഞു. അപ്പം പിന്നെ ആ വീട്ടിലെ പ്രധാനപ്പെട്ട കള്ളനെ നമ്മൾ സംശയിക്കേണ്ടി വരും അഭിയെ എന്ന് നയന പറയുമ്പോൾ ഈ സംഭവമൊക്കെ അറിഞ്ഞതിന് ശേഷമേ ഞാൻ പറഞ്ഞതൊക്കെ നീ കേട്ടില്ലേ, ചന്തമോളുടെ പിതൃത്വം ഏറ്റെടുക്കാമെന്ന് അഭി പറഞ്ഞതാ, ഒരു ത്യാഗം ചെയ്യുന്നത് പോലെ എന്ന് പറയുമ്പോൾ നയന നിന്ന് ആലോചിക്കുവാണേ. ഇപ്പോഴും അവൻ്റെ മനസ്സിൽ ഇതൊക്കെ ഉള്ളതുകൊണ്ട് മറ്റുള്ളവരോട് പറയാതിരിക്കാൻ വേണ്ടി എനിക്ക് ചിലപ്പോൾ അവൻ പറയുന്നതൊക്കെ ചെയ്തു കൊടുക്കേണ്ടി വരുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ ആദർശ് പറഞ്ഞു. ഇപ്പം തന്നെ ഒരുപാട് പൈസ ഇതിനുവേണ്ടി ഞാൻ അവന് കൊടുത്തു എന്ന് പറയുമ്പം ഒരുപാട് ബ്ലാക്ക് മെയിലിംഗ് ഒന്നും സഹിക്കേണ്ടെന്ന് നയനെ ആദർശനോട് അന്നേരം പറഞ്ഞു. ഞാനുണ്ടല്ലോ കൂടെ, പിന്നെ എന്തിനാ ആദർശേട്ടൻ പേടിക്കുന്നത് എന്ന് നയന ആദർശനോട് ചോദിക്കുമ്പോൾ എന്നാലും നമുക്ക് കിരണിനെ ഒന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദർശ് ഫോൺ എടുത്ത് കിരണിനെ വിളിക്കുക. കിരണിനെ വിളിച്ചിട്ട് ആദർശമായിട്ട് കണ്ട് സംസാരിച്ചു. അപ്പോൾ ആദർശാണ് കിരണിനോട് പറയുകയാണ് ഇത്രയും ദിവസം നന്നായിട്ടൊന്ന് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ. പിന്നെ എല്ലാം കേട്ടതിന് ശേഷം ഇവൾ എനിക്കൊപ്പം നിന്നതേ എനിക്ക് വലിയ ആശ്വാസമായി എന്ന് ആദർശ് ഇങ്ങനെ
പറയുക കേട്ടോ. ആ സമയത്ത് ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്തില്ലായിരുന്നു, നീ ഇപ്പോഴും ഇത് നയനോട് പറയത്തില്ലായിരുന്നല്ലോ എന്ന് കിരൺ. പറയാതിരിക്കാനൊന്നും പറ്റത്തില്ലടാ, അത്രയ്ക്ക് പ്രഷറായിരുന്നടാ എനിക്കെന്ന് ആദർശ് പറയാം. ഇതിൻ്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നു എൻ്റെ കിരണേട്ടാ എന്ന് നയനെ അന്നേരം ചോദിക്കാം. ഈ സംഭവം നടന്ന അന്ന് തന്നെ എന്നെ അറിയിക്കേണ്ടതല്ലേ ഉള്ളൂ കാര്യങ്ങളൊക്കെ. അങ്ങനെ അറിയിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, എടാ ഇനിയെങ്കിലും ഒരു കാര്യം നീ മനസ്സിലാക്കണം, ഞാനും നീ ഒരു കാരണവശാലും തെറ്റ് ചെയ്യില്ല എന്ന് നമ്മുടെ ഭാര്യമാർക്ക് നന്നായിട്ട് അറിയാം. ഇങ്ങനെ ഒരു കാര്യം നടന്നപ്പോൾ നീ അത് എന്നെ ഒന്നും അറിയിക്കണ്ടായിരുന്നു, അല്ലെങ്കിൽ കല്യാണിയെ വിളിച്ച് വിവരം പറയണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ കിരൺ ചോദിക്കുക. അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇത് ഇത്രത്തോളം വഷളാവത്തില്ലായിരുന്നു എന്നുള്ള കാര്യമൊക്കെ കിരൺ പറയുമ്പോൾ, അവസാനം പ്രഷർ കൂട്ടിയിട്ട് ഹോസ്പിറ്റൽ വരെ കിടന്നില്ലേ കിരണേട്ടാ. എൻ്റെ ആദർശൻ, ഇനിയെങ്കിലും നീ ആ കുട്ടിയെ നന്നായിട്ട് സ്നേഹിക്കണം എന്നിങ്ങനെ നമ്മുടെ കിരൺ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു കൊടുത്ത് മടുത്ത് കിരണേട്ടാ. ആദർശേട്ടൻ ഒന്നും കേൾക്കുന്നില്ല എന്ന് നയന. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് കഴിഞ്ഞു കിരണേട്ടാ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്നുള്ളതെന്ന് പറയുമ്പം, അതൊക്കെ DNA ടെസ്റ്റിലൂടെ പെട്ടെന്ന് കണ്ടെത്താവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ എന്നിങ്ങനെ നമ്മുടെ കിരൺ അന്നേരം ചോദിക്കുക. പിന്നെ അബിയുടെയും നിൻ്റെയും പിന്നെ ചന്തുമോളുടെയും മുടി കിട്ടുകയാണെങ്കിൽ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ചന്തുമോളുടെ അച്ഛൻ ആരാണെന്ന് തെളിയിച്ച് തരാമെന്ന കാര്യം കിരൺ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എടാ മുത്തശ്ശനെ, എന്നോടുള്ള വിശ്വാസം ഞാൻ നേരിട്ട് കണ്ട് അനുഭവിച്ചത് ഈ ഒരു സംഭവം നടന്ന അന്നാണെന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അനഘയുടെ വീട്ടിൽ എൻ്റെ ഫോട്ടോ കണ്ടപ്പോഴും മുത്തശ്ശൻ കുലുങ്ങിയില്ല എന്ന കാര്യങ്ങൾ നമ്മുടെ കിരണിനോട് ആദർശ് പറഞ്ഞു. പിന്നെ അനഘയുടെ ബന്ധുക്കൾ ഭീഷണി മുഴക്കിയപ്പോഴും മുത്തശ്ശൻ അതിൻ്റെ മുന്നിൽ കീഴടങ്ങിയില്ല. പിന്നെ ചന്തമോൾ ഓടി വന്ന് എൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോഴാണ് മുത്തശ്ശൻ്റെ മനസ്സലിഞ്ഞു പോയതെന്ന കാര്യം പറയുമ്പോൾ, എടാ നിന്റെ മുത്തശ്ശനെ ദീർഘവീക്ഷണമുള്ള ഒരാളാണ്, അദ്ദേഹത്തിനും ആൾക്കാരെ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുമെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ കിരൺ പറഞ്ഞു. അതുകൊണ്ടാണ് മൂർത്തീസ് ജ്വല്ലറി തഴച്ചു വളർന്നതെന്നും നമ്മുടെ കാരണവന്മാരെല്ലാം പുലിയാണടാ എന്നൊക്കെ കിരൺ ഇങ്ങനെ പറയുക കേട്ടോ. അതിൻ്റെ ഒരു മെച്ചമാണ് നമുക്കെല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നും പറഞ്ഞു കൊടുത്തു. അങ്ങനെ നമ്മുടെ കിരൺ വന്ന DNA ടെസ്റ്റ് നടത്താൻ പോവുക. ഇനി ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായാൽ അത് നീ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കരുത്, അത് നീ ഉറപ്പായിട്ട് എന്നോട് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ചന്തമോൾ എന്നെ കാത്തിരിക്കായിരിക്കും, നമുക്ക് പോയാലും ചോദിച്ചോ. നീ അവളെ മോളായിട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞല്ലേ എന്ന് കിരൺ അന്നേരം ചോദിച്ചു നയനയോട്. അപ്പോൾ എന്താ സംശയം, ഓരോ ദിവസം കഴിയുന്തോറും ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം കൂടിക്കൂടി വരിക കിരണേട്ടാന്നും പറഞ്ഞ് നയന ഇങ്ങനെ കിരണിനോട് പറഞ്ഞു. അതുപോലെ തന്നെ ആദർശേട്ടൻ്റെ അമ്മയും മോളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ, എങ്കിൽ പിന്നെ ഇതൊക്കെ തെളിയിക്കാൻ നിൽക്കണോടാ, നിങ്ങൾക്കൊപ്പം ആ കുഞ്ഞ് വളർന്നോട്ടെ എന്ന് കിരൺ ഇങ്ങനെ ആദർശനോട് പറയുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടോ. നന്ദി.